കൃഷി ചെയ്യാനും കിടന്നുറങ്ങാനുമാണ് ആദിവാസികൾ ഭൂമി ചോദിച്ചത്. കിട്ടിയതോ ആനയും പന്നിയും കാട്ടുപോത്തും കാരണം ഒരു തണ്ട് കപ്പ പോലും നടാനാവാത്ത മണ്ണ്. മേൽക്കൂരയും അടുക്കളയും ആന തകർത്തതിനാൽ ഒരു തകര ഷീറ്റിന്റെ പോലും സുരക്ഷിതയില്ലാതെ മഴയും മഞ്ഞുമേറ്റ് ജീവഭയത്തിൽ രാത്രികളിൽ ഉറങ്ങാതെ കുഞ്ഞുങ്ങൾക്ക് കാവലിരിക്കുന്ന ആദിവാസി അമ്മമാരുടെ നാടിന്റെ പേര് സർക്കാർ രേഖകളിൽ പുനരധിവാസ ഭൂമി എന്നാണ്. പുറത്തുപോയി കൂലിപ്പണിയെടുക്കാമെന്ന് വെച്ചാൽ വൈകിട്ട് 5 മണിയോടെ ആനത്താവളമാകുന്ന വഴികളിലൂടെ വീട്ടിലേക്ക് തിരിച്ചെത്താനാവില്ല. ആനയെ പേടിച്ച് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാത്ത നാട്. അടിയേറ്റും വെടിയേറ്റും ജയിലിൽ കിടന്നും ചോര കൊടുത്ത് നേടിയ മണ്ണിൽ നിന്ന് ജീവൻ ഭയന്ന് സ്വയം കുടിയിറങ്ങേണ്ട സ്ഥിതി. ഒടുവിൽ ഇന്നലെ വൈകിട്ട് വയോധികരായ 2 ആദിവാസികളെ ആന ചവിട്ടിക്കൊന്നപ്പോൾ കേരളത്തിന്റെ വനം മന്ത്രി പറഞ്ഞത് ആറളം ഫാമിന്റെ പ്രത്യേകത മനസ്സിലാക്കി ജനം ജാഗ്രത പുലർത്തണമെന്നാണ്. എന്താണ് ആ പ്രത്യേകത? കിടന്നുറങ്ങാൻ മണ്ണ് ചോദിച്ച നിസ്സഹായരായ ആദിവാസികളെ ആനകൾക്ക് കൊല്ലാൻ ഇട്ടുകൊടുത്തതോ? ആറളത്ത് ആനമതിൽ പണിയുമെന്ന കാലങ്ങളായുള്ള പ്രഖ്യാപനം കടലാസിൽ മാത്രം മതിയോ? കാടതിരുകളിൽ സൗരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കണമെന്ന കോടതി നിർദ്ദേശത്തിന് എന്ത് വിലയാണ് വനം വകുപ്പ് കൽപ്പിച്ചത്? ആറളത്തെ മനുഷ്യരുടെ ജീവൻ കാക്കാൻ എന്ത് പദ്ധതിയാണ് സർക്കാരിനുള്ളത്? ന്യൂസ് ബസ് ചോദിക്കുന്നു, ആദിവാസികളെ ആനയ്ക്ക് കൊല്ലാൻ ഇട്ടുകൊടുക്കുന്നതിന്റെ പേരാണോ പുനരധിവാസം?